ഹലോ ഹായ് ഡിയേഴ്സ്, സിന്ദൂരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ സമയം 6 മണിയാണ്. ഞാൻ നേരെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് കല്യാണത്തിന് നാത്തൂനായിട്ട് നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവളുടെ ഒരു സിമ്പിൾ മേക്കപ്പാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവൾക്ക് ഹെയർ ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം മേക്കപ്പിലേക്ക് പോകാൻ. ഹെയറൊക്കെ സെറ്റാക്കിയ ശേഷം മേക്കപ്പിലേക്ക് പോവുകയാണ്. ആളിന് സിമ്പിൾ മേക്കപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നോ മേക്കപ്പ് ലുക്കാണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ചില കുട്ടികൾക്കൊന്നും അങ്ങനെ ഭയങ്കര മേക്കപ്പ് താല്പര്യമില്ല. അപ്പോൾ എന്നാൽ നമ്മൾ എല്ലാം ചെയ്യാൻ വേണം, എന്നാൽ സിമ്പിളും ആയിരിക്കണം, അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. കറക്റ്റ് സ്കിൻ ടോൺ ഫൗണ്ടേഷനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചിട്ടിട്ട് തന്നെ ഞാൻ ആളിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഓക്കെ ആയി എന്ന് പറഞ്ഞത് കൊണ്ട് അത് തന്നെയാണ് ഞാൻ ഫുള്ള് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ആളിൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നാൽ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഹെയറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് കേൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളിൻ്റെ മുഖത്തിന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുടിയെടുത്ത് ഞാൻ കേൾ ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലവർ സെറ്റ് ചെയ്യുന്നതിലേക്ക് പോകാം. ആളിന് ഒരുപാട് പൂ വയ്ക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് പൂ മാത്രം ബാക്ക് സൈഡിലായിട്ട് മാത്രമാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആൾ ധാവണിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ഷാളൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ചെയിനായിരുന്നു ആൾ കൊണ്ടുവന്നത്. എനിക്കങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പക്ഷെ അതിൻ്റെ സെയിം കമ്മലല്ല കൊണ്ടുവന്നത്. പക്ഷേ എങ്കിലും കൊണ്ടുവന്ന കമ്മലൊക്കെ നന്നായിരുന്നു. ഇനി കുറച്ച് പണിയേ ഉള്ളൂ. നമുക്ക് ലിപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ ആളിൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഉണ്ട് ആളിൻ്റെ കയ്യിൽ. അപ്പോൾ ആളത് ഇട്ടോളും. അതൊക്കെ കഴിഞ്ഞ് ആൾ റെഡിയായി. വീട്ടിൽ നിന്ന് ആൾ വരുന്നവരെ ആൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 8:30-9 മണിയായപ്പം നിമിഷ പോയ ഉടനെ ഞാൻ വീട്ടിലേക്ക് വന്നു. കാരണം ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ വന്ന വഴിക്ക് നമ്മുടെ തേക്കിൻകാട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ കൃഷി ചെയ്ത പൂന്തോട്ടം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വന്ന ഉടനെ ഞാൻ കാപ്പി കുടിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറിനാണെങ്കിൽ ഇനി അത്രയും കൂട്ടാങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള നേരം എനിക്കില്ല. എനിക്ക് ഏകദേശം 11:30 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകണം. കുറച്ച് പേരെ ഞാൻ ആ ടൈമിലേക്കാണ് വരാൻ പറഞ്ഞത്. ഇന്ന് വെപ്രാളപ്പെട്ട ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ബിരിയാണി ചോറൊക്കെ കുഴഞ്ഞു പോയി. അങ്ങനെ ചേട്ടൻ ഇലയൊക്കെ വെട്ടി അതിങ്ങനെ നിരത്തിയൊക്കെ വെച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി, കറിയൊക്കെ റെഡിയാക്കി ഞാൻ കുറച്ച് പാർലറിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പാർലറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 11:30-12 മണിയോളം ആവാറായി. ഞാൻ പാർലറിൽ ചെന്നപ്പോൾ ചന്ദ്രു വന്ന് ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്കിന്നെ തുറക്കാനൊന്നും പാടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ കസ്റ്റമർ വന്നു. പിന്നെ ഹെന്നയൊക്കെ ഇടണമായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ കഴിക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് പാത്രം തുറന്നപ്പോഴാണ് ഞാനും ബിരിയാണി കൊണ്ടുവന്നു, ചേച്ചിയും ഫിഷ് ബിരിയാണി കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തീർന്ന് എനിക്ക് 3 മണിക്ക് റിസപ്ഷൻ ഒരുക്കാൻ പോകണം. അപ്പോൾ ഞാൻ ആ കുട്ടി വിളിക്കുന്നതും കാത്തിരിക്കുകയാണ്. അവളെ വിളിച്ച ഉടനെ എനിക്ക് പോകണം. 3 മണിക്ക് പെണ്ണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങും. ആ സമയത്ത് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഒരു സാരി വന്നിട്ടുണ്ട്. കൊച്ചുങ്ങൾക്ക് പാവാട ഉടുപ്പും തയ്ക്കാനാണ്. ചേച്ചിയുടെ മോക്കും എൻ്റെ മോക്കും. അപ്പോൾ സംഭവം നന്നായിട്ടുണ്ട്. സാരിയായിട്ട് ഉടുക്കുന്നെങ്കിലും കൊള്ളാം. പിന്നെ ഇത് സാരി ഡ്രേപ്പ് ചെയ്യാനുള്ള സാരിയും ഒരു ഷാളുമാണ്. ഓണാഘോഷത്തിൻ്റെയാണ് ഒരു കൊച്ചിൻ്റെ. അപ്പോൾ അതൊന്ന് ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ചെയ്താൽ മതി. ഇനി നേരെ നമുക്ക് റിസപ്ഷൻ മേക്കപ്പിന് പോവാം. ഞാൻ കറക്റ്റ് ടൈമിനാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോൾ കല്യാണ പെണ്ണും ചെറുക്കനും വീട്ടിലേക്ക് കയറാൻ വേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു ആഘോഷം ഉണ്ടല്ലോ, അതിനിടയ്ക്ക് ഞാൻ പെട്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് എന്നെ നിമിഷം എങ്ങനെയെങ്കിലും അതിനിടയിൽ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം പെണ്ണും ചെറുക്കനും വീട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ്. വീട്ടിലേക്ക് കയറിയ ശേഷം കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അപ്പോഴൊക്കെ നമ്മളൊക്കെ കട്ട പോസ്റ്റാണ്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുട്ടി വന്നു. പിന്നെ ഏറ്റവും വലിയ റിസ്ക് ഇതാണ്, നമ്മൾ കല്യാണക്കുട്ടിയുടെ ഈ സാധനങ്ങളൊക്കെ അഴിച്ച് പറക്കുന്നത്, എന്നിട്ടല്ലേ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്ത് കുട്ടിയെ റെഡിയാക്കി. അപ്പോൾ ഇതാണ് റിസപ്ഷൻ ലുക്ക്.
അപ്പോൾ നിമിഷയ്ക്കും കുറച്ച് ഹെയർ സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പാർലറിലേക്ക് പോയി. പിന്നെ പാർലറിൽ ചെന്ന് കഴിഞ്ഞ് ഈ നമ്മൾ ഒരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പല പല സ്ഥലത്ത് കിടക്കുകയാണ്. അതൊക്കെ അടുക്കി പറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്ന് കുളിച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ച ശേഷം പിന്നെ ഉള്ള ജോലി ഇതാണ്. നമുക്ക് ബോക്സ് പ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.